വെൽക്കം തായ്മാനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഫിസിയോളജി ഓഫ് വിഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റെറ്റിനൽ ലെയേഴ്സ് ആണ് നമ്മൾ കണ്ടത്. അതിനു മുമ്പ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ഐബോൾ നമ്മൾ കണ്ടു. സോ കഴിഞ്ഞ വീഡിയോയിൽ റെറ്റിനൽ ലെയേഴ്സ് പറഞ്ഞപ്പോൾ റോഡ്സ് ആൻഡ് കോൺസ് അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. ആൻഡ് അതർ ന്യൂറോണൽ ലെയേഴ്സ് ഇവയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ഫിസിയോളജി ഓഫ് വിഷനിൽ എന്താ പറയേണ്ടത്? ഫിസിയോളജി ഓഫ് വിഷനിൽ പറയേണ്ടത് കണ്ണിലേക്ക് വെളിച്ചം അടിക്കുന്നു. ഈ വെളിച്ചം ഈ ലെയർ, തേർഡ് ലെയർ, റെറ്റിനയിൽ വെളിച്ചം പതിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് ഫിസിയോളജി ഓഫ് വിഷനിൽ പറയുന്നത്. റെറ്റിനൽ ലെയേഴ്സിലുള്ള റോഡ്സ് ആൻഡ് കോൺസ്, ഇവിടെയുള്ള റോഡ്സ് ആൻഡ് കോൺസിൽ എന്ത് സംഭവിക്കുന്നു, എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുക, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ നമുക്ക് പറയേണ്ട ഈ റോഡ്സിലും കോൺസിലും വെളിച്ചം എങ്ങനെ ഒരു നെർവ് ഇമ്പൾസ് ആയിട്ട് മാറുന്നു. വെളിച്ചമാണ് അടിക്കുന്നത്, ഇതെങ്ങനെയാണ് ഒരു നെർവ് ഇമ്പൾസ് ആയിട്ട്, ഒരു ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് ഈ ഒപ്റ്റിക് നെർവിലൂടെ പുറത്തേക്ക് പോവുക, അതിനുള്ള മാറ്റങ്ങൾ എന്താണ് സംഭവിക്കുക. സോ ഒരു വെളിച്ചം അടിച്ചു, അത് നെർവ് ഇമ്പൾസ് ആയി പോകുന്നതിനെ നമ്മൾ ഫോട്ടോ ആണ് ലൈറ്റ്, ഫോട്ടോ ട്രാൻസ്ഡക്ഷൻ എന്നാണ് പറയാം. ഫോട്ടോ ട്രാൻസ്ഡക്ഷൻ പ്രോസസ് എന്താണ്? സോ നമുക്ക് പറയേണ്ടത് ഒന്ന് ഫോട്ടോ ട്രാൻസ്ഡക്ഷൻ എന്താണെന്ന് പറയണം. രണ്ട്, ഇതിനോടൊപ്പം ഈ വെളിച്ചം അടിക്കുമ്പോൾ ഈ ഫോട്ടോ പിഗ്മെന്റ്സ്, റോഡ്സിലും കോൺസിലും ഫോട്ടോ പിഗ്മെന്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഫോട്ടോ പിഗ്മെന്റ്സിന് എന്ത് സംഭവിക്കുന്നു, അതിന്റെ റീസൈക്ലിംഗ് ഒക്കെ എങ്ങനെയാണ്, അതിന് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് വാൾസ് വിഷ്വൽ സൈക്കിൾ നമുക്ക് പറയാം. വാൾസ് വിഷ്വൽ സൈക്കിൾ കൂടി നമുക്ക് പറയണം. സോ വിഷ്വൽ സൈക്കിൾ, ഇത് രണ്ടും കൂടി പറയുമ്പോഴാണ് ഫിസിയോളജി ഓഫ് വിഷൻ ആവുക. സോ നമുക്ക് പ്രധാനമായിട്ടും ഇതാണ് ഫോട്ടോ ട്രാൻസ്ഡക്ഷൻ പാത്വേ ആണ്. പക്ഷേ മറ്റേതിന് എന്ത് സംഭവിക്കുന്നു, അതെങ്ങനെ റീസൈക്കിൾ ചെയ്യുന്നു എന്നുകൂടി പറയുമ്പോഴത്തേക്കും ആ ഭാഗം കംപ്ലീറ്റ് ആവും. അത് ചെറിയ ഭാഗമാണ്. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഫിസിയോളജി ഓഫ് വിഷൻ എന്ന് പറയുമ്പോൾ പറയാനുള്ളത്. ഇത്തിരി ഒരു ബുദ്ധിമുട്ടുള്ള മേഖലയാണ് എന്ന് ആദ്യമേ തന്നെ ഞാൻ പറയാം. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ആദ്യത്തെ, ഇത് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള പോയിന്റ് അല്ല, പക്ഷേ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റ് ആണ്. ക്ലാസിന്റെ എക്സാമിൽ മിക്ക വിദ്യാർത്ഥികളും ഫിസിയോളജി ഓഫ് വിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുന്നത് അധികം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പ്രകാശം എങ്ങനെ കോർണിയയിലൂടെ കടന്ന് ലെൻസിലൂടെ കടന്ന് ഇവിടെ എത്തുന്നു, ആ എത്തുന്ന വഴികൾ, ആ രീതികളാണ്. ഇപ്പോൾ കണ്ട ഇതിന്റെ കോൺവെക്സിറ്റീസ് മാറാം, ഇത് ചുരുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് കൃത്യമായി ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫോക്കസിങ്ങും റിഫ്രാക്ഷനൊക്കെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഓർ ഒപ്റ്റിക്സ് ഭാഗത്തിൽ പെടുന്ന ഭാഗമാണ്. ആക്ച്വലി അത് ഫിസിയോളജി ഓഫ് വിഷനിൽ വരുന്ന ഭാഗമല്ല. ഓക്കെ, എങ്കിലും നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വേണമെങ്കിൽ അത് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് എഴുതിയിട്ട് ദ ലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ ദ കോർണിയ ആൻഡ് ത്രൂ ദ ലെൻസ് ആൻഡ് ഗെറ്റ് ഫോക്കസ്ഡ് ഇൻ ടു ദ റെറ്റിന. ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, അവിടെ റെറ്റിന, ലെൻസിന്റെ കോൺകേവിറ്റി, കോൺവെക്സിറ്റീസ് ഇതൊക്കെ മാറുന്ന കാര്യമൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫിസിയോളജി ഓഫ് വിഷൻ. ഫിസിയോളജി ഓഫ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഹാപ്പൻസ് ഇൻ ദ റെറ്റിന ഓഫ് ദ ഐ വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ദ റെറ്റിനയിലെ റോഡ്സിലും കോൺസിലും നടക്കുന്ന ചേഞ്ചസ് എന്താണ് സംഭവിക്കുന്നത്, ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് എങ്ങനെയാണ് ഈ ഫോട്ടോൺ അല്ലെങ്കിൽ ഗാംഗ്ലിയോണിൽ നിന്ന് ഗാംഗ്ലിയോൺ നെർവായിട്ട് ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് ഈ ലൈറ്റ് അടിച്ചത് പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സോ ഐ വിൽ ഫോക്കസ് ഹിയർ. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇതല്ല എഴുതേണ്ടത്, ഇത് ഒരു സെന്റൻസിൽ വേണമെങ്കിൽ എഴുതാം. നമുക്ക് എഴുതേണ്ടത് ഇതാണ്. നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഈ സ്ലൈഡായിരുന്നു നമ്മൾ വെച്ചത്, റോഡ്സ് ആൻഡ് കോൺസിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോയേക്കാം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ഒന്ന് പറഞ്ഞേക്കാം. ഇതാണ് റോഡ്സ്, ഓക്കെ, പച്ച കളറിൽ, ഇത് കോണാണ്. ആൻഡ് റോഡ് കണ്ടെയ്ൻ ഫോട്ടോ പിഗ്മെന്റ്സ്, ഇവിടെ ഫോട്ടോ പിഗ്മെന്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ആൻഡ് ഫോട്ടോ പിഗ്മെന്റ്സ് ഫോർ സ്കോട്ടോപിക് വിഷൻ ആണ്. സ്കോട്ടോപിക് വിഷൻ ഓർത്തിരിക്കുക, ഓർ മോണോക്രോമാറ്റിക് വിഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. മോണോക്രോമാറ്റിക് വിഷന് വേണ്ടിയിട്ടുള്ളതാണ്, ഓർ അതിന് നമുക്ക് ഡിംന്നോ ഡാർക്ക് വിഷൻ. So roads are for scotopic or monochromatic vision. And ഇതിനകത്ത് രണ്ടിനകത്ത് കോൺസ് അപ്പം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കോൺസ് ഫോർ കളർ വിഷന് വേണ്ടിയിട്ടുള്ളതാണ്. കോൺസ്. ആൻഡ് ഇതിനകത്ത് രണ്ടിനകത്തും there contains photo pigments ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഫോട്ടോ പിഗ്മെന്റ്സ് ഉണ്ട്, ഇവിടെയും ഫോട്ടോ പിഗ്മെന്റ്സ് ഉണ്ട്. റോഡ്സിലാണെങ്കിൽ റോഡോപ്സിൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. റോഡോപ്സിൻ എന്ന് പറയുന്ന ഫോട്ടോ പിഗ്മെന്റ് ഉണ്ട്. കോൺസിലാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ആണ്. അയഡോപ്സിൻ, സയനോപ്സിൻ, ഫോർഫൈറോപ്സിൻ, റെഡ് കളറൊക്കെ അനുസരിച്ചിട്ടാണ്. ഓക്കെ, അതിന് മൊത്തത്തിൽ നമുക്ക് ഫോട്ടോപ്സിൻ എന്ന് വിളിക്കാം. ആൻഡ് ആ കോൺസ് തന്നെ പല തരത്തിലുണ്ടാവും. ഉദാഹരണത്തിന് എസ് കോൺസ് ആണെങ്കിൽ ഷോർട്ട് വേവ് ലെങ്ത്തിനാണ് എസ് എന്ന് ഉപയോഗിക്കുക, ബ്ലൂയിഷ് വേണ്ടിയിട്ടുള്ളതാണ്. മീഡിയം എം കോൺ എന്ന് വെച്ചാൽ മീഡിയം വേവ് ലെങ്ത് ഗ്രീനിന് വേണ്ടിയിട്ടുള്ളതാണ്. എൽ എന്ന് വെച്ചാൽ ലോങ് വേവ് ലെങ്ത് റെഡിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ കോൺസിൽ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിഗ്മെന്റ്സ് കാണും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിഗ്മെന്റ്സ് ഉള്ള ധാരാളം കോൺസുകളും കാണും. ഇനി ഇതിനകത്തൊരു ഓപ്സിൻ പാർട്ട് ഉണ്ട് നമ്മൾ പറഞ്ഞു, റോഡോപ്സിൻ. ഇപ്പൊ റോഡോപ്സിൻ നമ്മൾ വരയ്ക്കും ജസ്റ്റ്. ഓക്കെ, ഇത് റോഡോപ്സിൻ ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ്, അതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരു ഓപ്സിൻ ഭാഗമുണ്ട്, ദെൻ
then it contains a chemical area called as vitamin A derivative ആയിട്ടുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് 11-cis retinal എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, 11-cis retinal എന്ന് പറയുന്ന ഇതാണ് ലൈറ്റിനോട് പ്രതികരിക്കുന്ന ഭാഗം. ഈ 11-cis retinal ആണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത് ഈ ബൈപോളാർ സെൽസിന്റെ കണക്ഷനെ പറ്റിയിട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് കോണാണെന്ന് പറഞ്ഞു. കോൺ കണക്റ്റഡ് ടു എ സിംഗിൾ ബൈപോളാർ സെൽ. ഇതൊരു ബൈപോളാർ ന്യൂറോൺ ആണ്, ഒറ്റ ഒരു ബൈപോളാർ ന്യൂറോൺ ആൻഡ് ഒറ്റ ഒരു ഗാംഗ്ലിയോൺ. ഇത് ഗാംഗ്ലിയോൺ സെല്ലാണ്. സോ നേരിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് കണക്ഷൻ. പക്ഷേ റോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ പല റോഡ്സുകൾ ഒറ്റ ഒരു ബൈപോളാർ സെല്ലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 10-20 ഒക്കെ ആയിരിക്കും. ഇപ്പൊ ഇതൊരു റോഡാണ്, ഇതൊരു റോഡാണ്, ഇതൊരു റോഡാണ്. നമുക്ക് ഒരു ബൈപോളാർ സെല്ലിലേക്ക് കണക്ട് ചെയ്യുന്നു. ആൻഡ് ഇതേപോലെ ബൈപോളാർ സെൽ ടു ഗാംഗ്ലിയോണും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. നിരവധി ബൈപോളാർ സെൽസ് ആയിരിക്കും ഒരു ഗാംഗ്ലിയോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ അത് നമ്മൾ കൺവേർജൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് പോയിന്റ് നമ്പർ 1 കടക്കാം. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് നമ്പർ 1, ആദ്യത്തെ സ്റ്റെപ്പ് റിഫ്രാക്ഷൻ എഴുതുന്നില്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ്, റിഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ്. സോ ഫസ്റ്റ് വെളിച്ചം റെറ്റിനയിൽ അടിക്കുന്നു. റെറ്റിനയിൽ റോഡ്സിലും കോൺസിലും ഫോട്ടോ പിഗ്മെന്റിൽ വെളിച്ചം അടിക്കുന്നു. സോ ലൈറ്റ് ഫാൾസ്, ഇത് ലൈറ്റ് അടിക്കുകയാണ്. സോ ഇത് ഫോട്ടോ പിഗ്മെന്റ് ആണ്, ഇത് ഓപ്സിൻ ഭാഗമാണ്, ഇത് 11-cis retinal എന്ന് പറയുന്ന ഭാഗം അവിടെ ഇരിക്കുന്നു. ലൈറ്റ് ഫാൾസ് ഓൺ ദ റോഡ്സ് ആൻഡ് കോൺസ് ഓഫ് റെറ്റിന. ഇവിടെ cis retinal ഐസോമറൈസസ് ചെയ്യുന്നു. ഐസോമറൈസസ് ടു വാട്ട്? cis retinal ഐസോമേഴ്സ് നമുക്കറിയാം. സിസ് ആണെങ്കിൽ ട്രാൻസ് ആയിരിക്കും അടുത്ത ഐസോമർ. സോ ദിസ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു ഓൾ ട്രാൻസ് റെറ്റിനാൽ ആയിട്ട് മാറും. സോ ദിസ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ആസ് ഐസോമറൈസേഷൻ എന്ന് നമുക്ക് ഇതിനെ വിളിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐസോമറൈസേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. ലൈറ്റ് ഫാൾസ് ഓൺ റോഡ്സ് ആൻഡ് കോൺസ് ഓഫ് റെറ്റിന. അപ്പൊ സംഭവിക്കുന്നത് സിസ് ബിക്കം ട്രാൻസ്. സിസ് എന്താണ്? റെറ്റിനാൽ ആണ്. ഓൾ ട്രാൻസ് റെറ്റിനാൽ ആവും. സിസ് റെറ്റിനാൽ ബിക്കം 11-cis retinal എന്നാണ് കൃത്യം പറയുകയാണെങ്കിൽ. 11-cis retinal ബിക്കം ഓൾ ട്രാൻസ് റെറ്റിനാൽ ആയിട്ട് മാറുന്നു. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ സെക്കൻഡ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ ഓൾ ട്രാൻസ് റെറ്റിനാൽ ഓപ്സിൻ പിഗ്മെന്റ് ഇരിക്കാൻ പറ്റില്ല. സിസ് ആകുമ്പോൾ ഇരിക്കാമായിരുന്നു. ഓൾ ട്രാൻസ് റെറ്റിനാൽ ആയി കഴിയുമ്പോൾ ഇങ്ങനെ പിടിച്ച് അവിടെ ഇരിക്കാൻ പറ്റില്ല. സോ അത് ഓപ്സിൻ പിഗ്മെന്റിൽ നിന്ന് അടർന്ന് വിട്ടുപോകുന്നു. സോ ഇങ്ങനെ വരയ്ക്കും. ജസ്റ്റ് ഞാൻ വരച്ചു, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓപ്സിൻ പിഗ്മെന്റിൽ നിന്ന് ഓൾ ട്രാൻസ് റെറ്റിനാൽ വിട്ടുപോകുന്നതിനെ നമ്മൾ ബ്ലീച്ചിങ് എന്നാണ് പറയാ. സോ ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ആസ് ബ്ലീച്ചിങ്. ഇപ്പോ പിഗ്മെന്റിൽ ആരില്ല, 11-cis retinal ഓൾ ട്രാൻസ് റെറ്റിനാലോ ഇല്ല. സോ ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ആസ് ദ ബ്ലീച്ചിങ് ഓഫ് റോഡോപ്സിൻ പിഗ്മെന്റ് ബ്ലീച്ച് ആയി എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് 2 ആക്കണം. കാരണം നമുക്ക് ഇനി അറിയേണ്ടത് ഈ വിട്ടുപോയ ഓൾ ട്രാൻസ് റെറ്റിനാലിന് എന്ത് സംഭവിച്ചു അത് നമുക്കറിയണമല്ലോ. ഈ ട്രാൻസ് റെറ്റിനാലിന് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്കറിയണം. വഴിയിൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ നമുക്ക്. രണ്ടാമത്തത് വിട്ടുപോയ ഈ ഓപ്സിന് എന്ത് സംഭവിച്ചു. സോ ഓപ്സിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ട്രാൻസ്ഡക്ഷൻ. ഫോട്ടോ ട്രാൻസ്ഡക്ഷനിൽ നമുക്ക് പറയേണ്ടത് ഓപ്സിന് എന്ത് സംഭവിച്ചു, ഫോട്ടോ ട്രാൻസ്ഡക്ഷൻ സൈക്കിൾ. ഇതാണ് നമ്മൾ മുന്നോട്ട് കൂടുതൽ കൊണ്ടുപോകും. ഇതിനെന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ വാൾസ് വിഷ്വൽ സൈക്കിളിൽ പറയാം. വാൾസ് വിഷ്വൽ സൈക്കിൾ എന്ന് നമ്മൾ പറയാൻ പോകുന്ന ഇതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇത് പറഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ ഇത് വളരെ ചെറിയ കഥയാണ്, ഇവന്റെ കഥ വളരെ സ്മോൾ കഥയാണ്. അതുകൊണ്ട് നമുക്ക് ഇതാദ്യം പറയാം. അപ്പൊ നമ്മൾ പറയുന്നത് വാൾസ് വിഷ്വൽ സൈക്കിൾ ആണ്. ഇവിടെ നിന്ന് വിട്ടുപോയ ഓപ്സിൻ പിഗ്മെന്റിൽ നിന്ന് വിട്ടുപോയ ഓൾ ട്രാൻസ് റെറ്റിനാലിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ ഇറ്റ് ഈസ് ടേക്കൺ അപ്പ് ബൈ ദിസ് സെൽ. ഈ സെൽസിന്റെ പേര് റെറ്റിനൽ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ സെൽസ് എന്നാണ്. സോ ദിസ് സെൽസ് റെറ്റിനൽ പിഗ്മെന്റഡ്, അവിടെ റെറ്റിനാൽ ബൈൻഡിങ് പ്രോട്ടീൻ RBP എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. അതിൽ വന്ന് ഒട്ടിപ്പിടിക്കും. അവനെ ഈ സെല്ലകത്തേക്ക് എടുക്കും. ഈ സെല്ലകത്തേക്ക് എടുത്തിട്ട് അവനെ വീണ്ടും ആരാക്കി മാറ്റും, 11-cis retinal ആക്കി മാറ്റി തിരിച്ചിങ്ങോട്ടേക്ക് കൈ കൊടുക്കും. സോ ഇതാണ് ഒരു വഴി. ഓക്കെ, സോ നൗ 11-cis retinal ഈസ് റീജനറേറ്റഡ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ്, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ബ്ലീച്ചിങ് എന്നാണ് പറഞ്ഞത്. ബ്ലീച്ചിങ് എന്തായിരുന്നു? സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ബ്ലീച്ചിങ് ഈസ് വെൻ ലൈറ്റ് ഫോൾസ് സിസ് റെറ്റിനാൽ കൺവേർട്ടഡ് ടു ട്രാൻസ് ആയിട്ട്. അപ്പോൾ ട്രാൻസ് റെറ്റിനാൽ പുറത്തേക്ക് പോയി. അതാണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ എഴുതാവുന്ന റീജനറേഷൻ ഓഫ് സിസ് റെറ്റിനാൽ ബൈ ആരായിരുന്നു ചെയ്തത്? റെറ്റിനൽ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ സെൽസ് ആണ് ഒരാൾ ചെയ്തത്. രണ്ടാമത്തത് ഇവിടെ നിന്ന് ട്രാൻസ് റെറ്റിനാലിന്റെ ബ്ലഡിലേക്ക് പോകാം. ബ്ലഡിലൂടെ അങ്ങ് പോയി ലിവറിലെത്താം. ലിവറിലോ മറ്റോ ഓർഗനിലോ ഒക്കെ വെച്ചിട്ട് വീണ്ടും ആരാകാം, വീണ്ടും സിസ് റെറ്റിനാൽ 11-cis retinal ആയിട്ട് അത് ബ്ലഡിലൂടെ വന്ന് ഇതിലേക്കൂടി വന്ന് ഇങ്ങോട്ടേക്ക് പോകും. സോ രണ്ട് രീതിയിൽ, ബൈ ഒന്നുകിൽ ഈ സെൽസ് അല്ലെങ്കിൽ ബൈ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് എഴുതാം. സിസ്റ്റമിക് സർക്കുലേഷൻ. സോ ദിസ് ഈസ് കോൾഡ് ആസ് റീജനറേഷൻ. അപ്പോൾ നമുക്ക് വീണ്ടും സിസ് റെറ്റിനാലായി ഇനിയും വെളിച്ചോടിക്കുന്നു, അത് വീണ്ടും ട്രാൻസ് ആവുന്നു, പുറത്തേക്ക് പോകുന്നു, ഇവരെടുക്കുന്നു, വീണ്ടും പുതുക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ ബ്ലഡിലേക്ക് പോയി പുതുക്കി വരും. സോ ദിസ് ഈസ് റീജനറേഷൻ
ജനറേഷൻ. സോ ഇതാണ് വാൾസ് വിഷ്വൽ സൈക്കിൾ. ഇതിങ്ങനെ വരുന്നതിനാണ് നമ്മൾ വാൾസ് വിഷ്വൽ സൈക്കിൾ എന്ന് പറയാം. സോ ദാറ്റ് ഈസ് റീജനറേഷൻ ഓഫ് 11 റെറ്റിന. ഓക്കെ, പക്ഷെ നമുക്ക് പറയേണ്ടത് മറ്റേതാണ്, ട്രാൻസ്ട്രക്ഷൻ പാത്ത്. സോ നമ്മൾ തിരിച്ചു വന്നു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ബ്ലീച്ചിങ് പറഞ്ഞു, മൂന്നാമത്തെ സ്റ്റെപ്പ് റീജനറേഷൻ പറഞ്ഞു. അതെല്ലാം കൂടി ചേർത്തിട്ട് ഇവിടെ റീജനറേഷൻ ചേർത്തിട്ട് നമുക്ക് വാൾസ് വിഷ്വൽ സൈക്കിൾ. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇവിടെയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആർക്ക്? പിഗ്മെന്റിന് എന്ത് പറ്റി? റോഡോപ്സിൻ അല്ലെങ്കിൽ ഓപ്സിൻ പിഗ്മെന്റ് എന്ത് പറ്റി? ഈ ഓപ്സിൻ പിഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണ് എന്നാണ് നമ്മൾ ആദ്യം GPCR ആണ്. ഇതെന്താണെന്ന് നിങ്ങൾ അടുത്ത വർഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പൊ അതിന്റെ തുടക്കം നമുക്ക് ഇവിടെ വെച്ചിട്ട് തുടങ്ങേണ്ടി വരും. ഇതിന്റെ പേര് ജി ആൽഫ. റോഡോപ്സിൻ ആണെങ്കിൽ ജി ആൽഫ T1 എന്ന് വിളിക്കും നമ്മൾ. മറ്റേ കോണിന്റെ ആണെങ്കിൽ ജി ആൽഫ T2 അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കും. സോ തൽക്കാലം നമുക്ക് ഇത് രണ്ടും ഒന്നാണെന്ന് കരുതാം. ജി ആൽഫ ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇപ്പൊ ജി ആൽഫ ടിയിൽ എന്ത് പറ്റും? ഇത് ഇളകി ഇപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ബ്ലീച്ചിങ് നടക്കുമ്പോൾ സ്ട്രക്ചറൽ കൺഫർമേഷണൽ ചേഞ്ചസ് ക്യാൻ ഹാപ്പൻസ് ടു ദിസ് റോഡോപ്സിൻ പിഗ്മെന്റ്. അപ്പോൾ അതാണ് നാലാമത്തെ സ്റ്റെപ്പ്, കൺഫർമേഷണൽ ചേഞ്ച് ഒക്കേഴ്സ് ടു ആർക്കാണ്? റോഡോപ്സിൻ അല്ലെങ്കിൽ ഓപ്സിൻ പിഗ്മെന്റ്. മൊത്തത്തിൽ നമുക്ക് റോഡോപ്സിൻ പിഗ്മെന്റ് എന്ന് പറയാം. ഇതെന്തൊക്കെയാവും വെച്ച് കഴിഞ്ഞാൽ പലതൊക്കെ ആകും ഒരുപാട്. ഉദാഹരണത്തിന് ബാത്ത് റോഡോപ്സിൻ ആകും ആദ്യം, ദെൻ പിന്നെ എല്ലാം ഞാൻ പറയുന്നില്ല, കുറച്ച് ലുമി റോഡോപ്സിൻ ആകും, ദെൻ മെറ്റാ റോഡോപ്സിൻ 1 ആകുന്നുണ്ട്, ദെൻ മെറ്റാ റോഡോപ്സിൻ 2 ആകുന്നുണ്ട്. സോ ഈ ചേഞ്ചസ്, ഈ റോഡോപ്സിൻ പിഗ്മെന്റിന് സംഭവിക്കുന്ന ഈ ചേഞ്ചസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? ദി ചേഞ്ചസ് ഈസ് കോൾഡ് ആസ് ബ്ലീച്ചിങ് ഓഫ് ഓപ്സിൻ പിഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. റോഡോപ്സിൻ ആയിരുന്നു, ബാത്തായി, ലൂമി, മെറ്റാ റോഡോപ്സിൻ 2. ഇനിയുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ സ്റ്റെപ്പുകൾ. ഇതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് അപ്പോൾ നമ്മൾ ബ്ലീച്ചിങ്. അപ്പോൾ ബ്ലീച്ചിങ് സ്റ്റെപ്പ് വീണ്ടും അല്ല, അത് നമ്മൾ വീണ്ടും പറഞ്ഞു. ഇത് ഇടയിൽ മാത്രം നമ്മളൊന്ന് പുറത്തേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തിരിച്ചു വന്നു. സോ ദി സ്റ്റെപ്പ് മെറ്റാറോഡോപ്സിൻ ആയിട്ട് മാറും. അപ്പോൾ ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ റോഡോപ്സിൻ അല്ലെങ്കിൽ ഓപ്സിൻ പിഗ്മെന്റിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഓൾ ട്രാൻസ് റെറ്റിനാൽ പുറത്തേക്ക് പോയപ്പോൾ ബ്ലീച്ച് ചെയ്യുന്നതാണ്. അവിടെ അത് മാത്രമല്ല ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു ADP കൂടി ഇരിപ്പുണ്ടായിരുന്നു. ADP എന്ന് പറയുന്ന സാധനം കൂടി, ഇതൊരു ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ രീതിയിൽ 3 പ്രോട്ടീൻ ചേർന്നതാണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഇതിന്റെ ആൽഫ, ബീറ്റ, ഗാമ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. തൽക്കാലം അത്രയ്ക്കും പോകണ്ട. നമുക്ക് തൽക്കാലം അതിന്റെ കൂടെ ഒരു ADP ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ബ്ലീച്ചിങ് നടന്നപ്പോൾ എന്താ പറ്റിയത്? ഇവിടെ സെല്ലിനകത്ത് അല്ലെങ്കിൽ റോഡ്സ് ആൻഡ് കോൺസിനകത്തുള്ള ATP വന്ന് ADPയോട് മാറാൻ പറയും. ഇപ്പൊ ADP ഇങ്ങോട്ടേക്ക് പോകും. ADP മാറി ഇവിടെ ATP വന്ന് പിടിക്കും. Now this is now ATP instead of ADP. ATP വന്ന് പിടിച്ചു കഴിഞ്ഞാൽ what will happen? This will get activated അല്ലെ. ATP എന്ന് വെച്ചാൽ എനർജിയാണ്. ആക്ടിവേഷൻ occurs. So അഞ്ചാമത്തെ സ്റ്റെപ്പ് ആക്ടിവേഷൻ ഓഫ് G alpha T. G alpha T is now activated. അപ്പൊ എന്ത് പറ്റും? ബൈൻഡിങ് ഓഫ് ATP വന്ന് ബൈൻഡ് ചെയ്തു. സോ ആക്ടിവേഷൻ ആണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് ആറാമത്തെ, ആക്ടിവേറ്റഡ് G alpha. ഇപ്പത് G alpha ഇതാണെന്ന് വെക്കാം. ഓക്കെ, G alpha ഇത് ATP ബോണ്ട് ആണ്. ഇത് സെൽ മെംബ്രെയിൻ ആണ്. റോഡോപ്സിൻ അല്ലെങ്കിൽ അതിന്റെ മെംബ്രെയിനിലിരിക്കുകയാണ്. ഇവിടെ വേറൊരു സെല്ലിനകത്ത് വേറൊരു പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീന്റെ പേര് PDE6 എന്നാണ്. PDE6 ഫോസ്ഫോഡൈഎസ്റ്ററേസസ് 6 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഇവിടെ ഇരിപ്പുണ്ട്. ഫോസ്ഫോഡൈഎസ്റ്ററേസസ് 6. സോ ദിസ് ആക്ടിവേറ്റഡ് നൗ വിൽ ആക്ടിവേറ്റ്. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഫോസ്ഫോഡൈഎസ്റ്ററേസ് 6ന്റെ പണി എന്താണ്? ഫോസ്ഫോഡൈഎസ്റ്ററേസ് 6 വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ജോലി എന്ന് പറയുന്നത് സൈക്ലിക് GMP എന്ന് പറയുന്ന സംഭവത്തെ GMP ഓർ GTP ആക്കി മാറ്റുക എന്നുള്ളതാണ്. GMP ആക്കുന്നു, പിന്നീട് ആ GTP ആയിരിക്കും. സോ ദിസ് ഈസ് ദ വർക്ക് ഓഫ് ഫോസ്ഫോഡൈഎസ്റ്ററേസ് 6. ഇപ്പോൾ ഇത് ആക്ടിവേറ്റ് ആകുമ്പോൾ ഇത് കൂടുതൽ ആക്ടിവേറ്റ് ആവും. ഇത് കൂടുതൽ പണിയെടുക്കുമ്പോൾ കൂടുതൽ സൈക്ലിക് AMPയെ GTP ആക്കി മാറ്റും അല്ലെങ്കിൽ GMP ആക്കി മാറ്റും. സോ ഇൻക്രീസ്ഡ് GMP, ഇതിനകത്ത് GMPയുടെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ സൈക്ലിക് GMPയുടെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ultimately cyclic GMP is now reduced amount of cyclic GMP occurs. So ലൈറ്റ് അടിക്കുമ്പോൾ, ഇതെല്ലാം ലൈറ്റ് അടിക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. സോ ലൈറ്റ് അടിക്കുമ്പോൾ ആദ്യം മറ്റേത് വിട്ടുപോയപ്പോഴത്തേക്കും ഇയാളുടെ കൂടെ ATP ഒന്ന് പിടിച്ചപ്പോൾ ഫോസ്ഫോഡൈഎസ്റ്ററേസ് 6നെ ആക്ടിവേറ്റ് ചെയ്തു. ഫോസ്ഫോഡൈഎസ്റ്ററേസ് 6നെ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ അൾട്ടിമേറ്റ്ലി സൈക്ലിക് GMP ഇൻസൈഡ് ദ റോഡ്സ് ആൻഡ് കോൺസ്. റോഡ്സിനകത്തും കോൺസിനകത്തും സൈക്ലിക് GMPയുടെ അളവ് കുറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് സൈക്ലിക് GMP ഇത്രയും നാളെ എന്തെടുക്കായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. അപ്പൊ ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? പരീക്ഷയ്ക്ക് എഴുതേണ്ട സ്റ്റെപ്പ് ഇതാണ്. ആക്ടിവേഷൻ ഓഫ് G alpha T, ആക്ടിവേറ്റഡ് G alpha T
ആക്ടിവേറ്റഡ് ജി ആൽഫ ടി ആക്ടിവേറ്റ്സ് ഫോസ്ഫോഡൈഎസ്ട്രേസ് 6 PD6 എന്ന് എഴുതിയാൽ മതി. PDE6 ഫോസ്ഫോഡൈഎസ്ട്രേസ് 6 ആൻഡ് ഡിക്രീസസ് സൈക്ലിക് GMP. സൈക്ലിക് GMPയുടെ അളവ് ഇത്രയേ ഉള്ളൂ നമുക്ക് എഴുതേണ്ട കാര്യം, ഇത്രയും പഠിക്കാനുള്ള കാര്യം. ഇനി ഞാൻ പോയിന്റ് അല്ല പറയുന്നത്, ഇനി ഞാൻ സൈക്ലിക് GMP എന്ത് ചെയ്യുകയായിരുന്നു എന്നതിനുള്ള ഉത്തരമാണ്. ഇത് റോഡ്സ് ആണ്, കൃത്യമായിട്ടൊന്നല്ല വരയ്ക്കുക. ഇത് റോഡ്സ്, ഇത് അതിന്റെ ആക്സോൺ ടെർമിനൽ. സോ ഇവിടെ ഒരു സോഡിയം ചാനൽ ഉണ്ട്, സോഡിയം ചാനൽ. ആ സോഡിയം ചാനലിന്റെ പേര് സൈക്ലിക് GMP ഗേറ്റഡ് സോഡിയം ചാനൽ എന്നാണ്. സോ സൈക്ലിക് GMP വന്ന് പിടിക്കുമ്പോൾ ഈ ചാനൽ തുറക്കും, സോഡിയം അകത്തേക്ക് കയറും. ഇതാണ് സാധാരണ നടക്കുക. സോ സൈക്ലിക് GMP വന്ന് പിടിക്കുന്നു, സോഡിയം അകത്തേക്ക് കയറുന്നു, സോഡിയം അകത്തേക്ക് കയറുമ്പോൾ ഇത് പോസിറ്റീവ് ആകും. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ സാധാരണ പണ്ട് പഠിച്ച ന്യൂറോമസ്കുലർ ജംഗ്ഷൻ എന്ത് പറ്റിയ കാൽഷ്യം ചാനൽ തുറക്കും, കാൽഷ്യം അകത്തേക്ക് കയറും. കാൽഷ്യം അകത്തേക്ക് കയറുമ്പോൾ ഈ അറ്റത്ത് എന്തുണ്ടാകും? ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാകും. അതിന്റെ പേര് ഗ്ലൂട്ടമേറ്റ് എന്നാണ്. ഗ്ലൂട്ടമേറ്റ് വിൽ റിലീസ്, അത് റിലീസ്. ഇതാണ് സാധാരണ രീതിയിൽ നടക്കുക. സാധാരണ രീതിയിൽ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം അടിക്കാത്ത സമയത്ത് നടക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ വെളിച്ചം അടിക്കാത്തപ്പോൾ സൈക്ലിക് GMP ധാരാളം ഉണ്ട്, അത് ഇവിടെ വന്ന് പിടിക്കും, സോഡിയം അകത്തേക്ക് കയറും. സോഡിയം അകത്തേക്ക് കയറുമ്പോൾ കാൽഷ്യം അകത്തേക്ക് കയറും. കാൽഷ്യം അകത്തേക്ക് കയറുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ഗ്ലൂട്ടമേറ്റ് വിൽ ബി റിലീസ്ഡ് ഫ്രം ഹിയർ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കറന്റ്, ഇങ്ങനെ ഉണ്ടാകുന്ന ഈ കറന്റിനെ നമ്മൾ, ഈ ഗ്ലൂട്ടമേറ്റ് റിലീസ് ചെയ്യുന്ന കറന്റിനെ നമ്മൾ വിളിക്കുക ഡാർക്ക് കറന്റ് എന്നാണ്. ഡാർക്ക് കറന്റ് എന്നാണ് പറയുക. സോ ഇൻ റോഡ്സ് ആൻഡ് കോൺ ഡാർക്ക്നെസ് മോർ സൈക്ലിക് GMP അല്ലെ. ഇൻ ഡാർക്ക്നെസ് മോർ സൈക്ലിക് GMP ഉണ്ടാകും. അതൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ല, ശരിക്കും പറഞ്ഞാൽ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ആണ് ഉണ്ടാക്കുക. അങ്ങനെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഓരോ റോഡ്സ് ആൻഡ് കോൺസിൽ നിന്ന് റിലീസ് ചെയ്യും. അത് ഒരു ഡാർക്ക് കറന്റ് ഉണ്ടാകും. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ലൈറ്റ് അടിക്കുകയാണ്. ലൈറ്റ് അടിക്കുമ്പോൾ എന്താ പറ്റിയത്? സൈക്ലിക് GMP ഇല്ലാതെയായി. സൈക്ലിക് GMP ഇല്ലാതെയാകുമ്പോൾ ഇത് ഇവിടെ ഒന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പൊ സോഡിയം അകത്തേക്ക് കയറില്ല. സോഡിയം അകത്തേക്ക് കയറില്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് കാൽഷ്യം അകത്തേക്ക് കയറില്ല. കാൽഷ്യം അകത്തേക്ക് കയറില്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ഇല്ല. സോ ഞാൻ പറഞ്ഞു ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നോ ലൈറ്റ്, ലൈറ്റ് ഇല്ല. നോ ലൈറ്റ്, ലൈറ്റ് ഇല്ലെങ്കിൽ ഡീപോളറൈസേഷൻ ഉണ്ടാകും. ഡീപോളറൈസേഷൻ ഓഫ് ആരൊക്കെയാ? റോഡ്സ് ആൻഡ് കോൺ. ഡാർക്ക് കറന്റ് ഉണ്ടാകുന്നു. വെൻ എക്സ്പോഷർ ടു ലൈറ്റ്, ലൈറ്റ് അടിക്കുകയാണെങ്കിൽ, ലൈറ്റ് ഇവിടെ നിന്നാണ് കേട്ടോ വരിക, ലൈറ്റ് ഇവിടെ നിന്ന് ഇവിടെ അടിക്കുകയാണ് എങ്കിലും ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. വെൻ എക്സ്പോഷർ ടു ലൈറ്റ്, ഹൈപ്പർ പോളറൈസേഷൻ ആൻഡ് നോ ഡാർക്ക് കറന്റ്. സോ എക്സ്പോഷർ ടു ലൈറ്റ് ഡീആക്ടിവേറ്റ്സ് ദ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ഇതൊന്ന് ഉൾക്കൊള്ളാൻ ഇത്തിരി പാടായിരിക്കും, ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെളിച്ചം അടിക്കുമ്പോഴല്ലേ ആക്ടിവേഷൻ നടക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ടാകും എന്ന് എനിക്കറിയാം. എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളതാണ്. കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ ഇതാണ് കണ്ണിൽ സംഭവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ പരീക്ഷയ്ക്ക്, അപ്പൊ നമുക്ക് അവസാന പോയിന്റ്, പരീക്ഷയ്ക്ക് ദിസ് ആക്ഷൻ പൊട്ടൻഷ്യൽ. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു. ഓക്കെ, നമുക്ക് പ്രകാശത്തെ നമ്മൾ കെമിക്കൽ എനർജി ആക്കി, കെമിക്കൽ എനർജി ഇപ്പൊ ഇലക്ട്രിക്കൽ എനർജി ആയി ഇങ്ങോട്ടേക്ക് വരുന്നു. ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഇത് കടന്നു പോകും, ഗാംഗ്ലിയയിലൂടെ പോകും. ഇല്ലെങ്കിൽ നോ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, നമുക്ക് ഇത് എഴുതി വെച്ചാൽ മതി പരീക്ഷയ്ക്ക്. ദിസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റഡ് ആക്ടിവേറ്റ്സ് ദ ഗാംഗ്ലിയോൺ ലെയർ ഓർ ഗാംഗ്ലിയോൺ സെൽസ് ആൻഡ് ഇമ്പൾസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ഓപ്റ്റിക് നെർവ്. ഓപ്റ്റിക് നെർവിലൂടെ എവിടേക്കാണ് പോവുക? ബ്രെയിനിലുള്ള ഏരിയ നമ്പർ 17, 18, 19 ഓസിപിറ്റൽ ഏരിയയിലേക്ക് ഇൻഫർമേഷൻ പോകും എന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് നിർത്താം. സോ ദിസ് ഈസ് അവർ ലാസ്റ്റ് പരീക്ഷയ്ക്ക് നമുക്ക് ഇത്രയും മതി. ഓക്കെ, സോ ദിസ് ഈസ് ഫിസിയോളജി ഓഫ് വിഷൻ. ഫിസിയോളജി ഓഫ് വിഷൻ ഇതാണെന്ന് ഡിഗ്രി ലെവൽ ആൾക്കാർക്ക് നമുക്ക് ഇത് മതി. ഓക്കെ, തൽക്കാലം ഇവിടെ എഴുതി നിർത്താം. സോ നൗ എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഫൈനൽ സ്റ്റെപ്പ്. ഫോട്ടോ എനർജി ഓർ ലൈറ്റ് ഈസ് കൺവേർട്ടഡ് ടു വാട്ട്? Converted to chemical energy, chemical signal, and then it is converted to what? Electrical or action potential in the എവിടെയാണ്? In the ganglion cells. So you are safe. ഇത്ര എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പരീക്ഷയ്ക്ക് ശരിക്കും മനസ്സിലായിട്ടെങ്കിൽ മാത്രം എഴുതുക, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വെച്ച് നിർത്തുക. ഓക്കെ, സോ ഇവിടെ പലർക്കും സംശയം ഉണ്ടാകും, ആക്ഷൻ പൊട്ടൻഷ്യൽ വെളിച്ചം അടിച്ചാൽ അല്ലേ ഉണ്ടാവേണ്ടത്? ശരിയാണ്, വെളിച്ചമടിക്കുമ്പോൾ റോഡ്സിൽ നിന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും. അത് എങ്ങനെയാണ് എന്നാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇത് റോഡ്സ് ആണ്. റോഡ്സിൽ നിന്ന് അടുത്തത് ഇത് ബൈപോളാർ സെൽസ് ആണ്. ഇത് ഗാംഗ്ലിയോൺ സെൽ ആണെന്ന് വിചാരിക്കുക, ഇത് റോഡ്സ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് കണക്ഷൻ. സോ ഇവിടെ ഇൻ ഡാർക്ക്നെസ്, ഇരുട്ടത്ത് എന്താ സംഭവിക്കാൻ നമ്മൾ പറഞ്ഞത്? സൈക്ലിക് GMP ധാരാളം, അത് സോഡിയം ചാനലിനെ ഒന്ന് ഒട്ടും. അപ്പൊ സോഡിയം അകത്ത് കയറുമ്പോൾ കാൽഷ്യം ചാനൽ തുറക്കും, കാൽഷ്യം അകത്ത് കയറുമ്പോൾ ഇവിടെ നിന്ന് ഗ്ലൂട്ടമേറ്റ് റിലീസ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റർ ഗ്ലൂട്ടമേറ്റ് റിലീസ് ചെയ്യും. ഡാർക്ക് കറന്റ്
ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞത്. ഡാർക്ക് കറന്റ് റിലീസ് ചെയ്യുന്നു. സോ അതിനാണ് ഗ്ലൂട്ടമേറ്റ് റിലീസ് ചെയ്യുക. സോ ഈ ഗ്ലൂട്ടമേറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈപോളാർ ന്യൂറോണിൽ ഗ്ലൂട്ടമേറ്റിന്റെ ഒരു റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്ററിന്റെ പേര് mGlu6 എന്ന് പറയുന്ന ഒരു റിസപ്റ്ററാണ്. mGlu6 എന്നാണ് ഈ റിസപ്റ്ററിന്റെ പേര്. ഈ റിസപ്റ്ററിന്റെ പ്രത്യേകത ദിസ് ഈസ് എൻ ഇൻഹിബിറ്ററി റിസപ്റ്റർ ആണ് എന്നാണ്. എന്ന് വെച്ചാൽ ഗ്ലൂട്ടമേറ്റ് വന്ന് ഇവിടെ പിടിച്ചാൽ ഈ സെൽസ്, ദിസ് ബൈപോളാർ സെൽസ് വിൽ ബിക്കം ഇൻഹിബിറ്റഡ്. ഇപ്പൊ എന്താ സംഭവിക്കുക? ഈ സെല്ലിനകം നെഗറ്റീവ് ആകും. ദാറ്റ് മീൻസ് ദിസ് സെൽ വിൽ ബിക്കം ഹൈപ്പർ പോളറൈസ്ഡ് ഓർ ദ സെൽസ്, ബൈപോളാർ സെൽസ് ആർ ഹൈപ്പർ പോളറൈസ്ഡ് ആയി കഴിഞ്ഞാൽ ബൈപോളാർ സെൽസിൽ നിന്ന് വിടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അതും ഗ്ലൂട്ടമേറ്റ് ആണ്. അത് റിലീസ് ചെയ്യില്ല. ദാറ്റ് വിൽ നോട്ട് ബി റിലീസ് ബിക്കോസ് ദിസ് സെൽ ഈസ് നൗ ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ നോ ഗ്ലൂട്ടമേറ്റ് റിലീസ്. സോ ഇവിടെ അപ്പൊ അതിന്റെ റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്റർ വേറെ റിസപ്റ്റർ ആണ്, ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്റർ ആണ്. സത്യത്തിൽ ഗ്ലൂട്ടമേറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ പിടിക്കുകയും ഇത് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ വെച്ചിരിക്കുന്ന ഇൻഹിബിറ്ററി റിസപ്റ്ററിൽ ധാരാളം ഗ്ലൂട്ടമേറ്റ് വന്ന് പിടിക്കുമ്പോൾ ദിസ് ബൈപോളാർ സെൽസ് ഈസ് ബിക്കം ഇനാക്റ്റീവ്. സോ നോ ആക്ഷൻ പൊട്ടൻഷ്യൽ, നോ AP ഈസ് പ്രൊഡ്യൂസ് വെൻ ദർ ഈസ് ഡാർക്ക്നെസ്. ഡാർക്ക്നെസ് സമയത്ത് ഓർ ഡാർക്ക് കറന്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് ദാറ്റ് മച്ച് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ റോഡ്. ലൈറ്റ് അടിക്കുമ്പോഴോ, ലൈറ്റ് അടിക്കുമ്പോൾ വെൻ ദർ ഈസ് ലൈറ്റ് റോഡ്സിൽ ലൈറ്റ് അടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ദർ ഈസ് നോ GMP ഓർ സൈക്ലിക് GMP കുറവാണ്. അപ്പോൾ സോഡിയം ചാനൽ അകത്തേക്ക് സോഡിയത്തെ കടത്തി വിടുന്നില്ല. സോഡിയം ഇല്ലാതെങ്കിൽ കാൽഷ്യം കയറുന്നില്ല. കാൽഷ്യം കയറുന്നില്ലെങ്കിൽ ഗ്ലൂട്ടമേറ്റ് റിലീസ് ഇല്ല. സോ ദർ ഈസ് ലെസ് ഗ്ലൂട്ടമേറ്റ് റിലീസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ലൈറ്റ് അടിക്കുമ്പോൾ ഗ്ലൂട്ടമേറ്റ് റിലീസ് ഇല്ലാതെയാകുന്നു. നോ ഗ്ലൂട്ടമേറ്റ് റിലീസ്. പക്ഷെ അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? ഇവിടെ ഇൻഹിബിറ്ററി ആയിട്ടുള്ള റിസപ്റ്റർ വിൽ നോട്ട് ബി ഗെറ്റ് ആക്ടിവേറ്റഡ്. ഇവിടെ ഗ്ലൂട്ടമേറ്റ് വന്ന് പിടിക്കുമ്പോഴാണ് ഇത് ആക്റ്റീവ് ആവുക. ഇതിപ്പോ ആക്റ്റീവ് അല്ല. ആക്റ്റീവ് അല്ലെങ്കിൽ ദിസ് സെൽ ഈസ് നോട്ട് നൗ ഇൻഹിബിറ്റഡ് അല്ല. ഇൻഹിബിറ്റഡ് അല്ലെങ്കിൽ ദിസ് സെൽ ക്യാൻ അണ്ടർഗോ ഡീപോളറൈസേഷൻ ഓർ ദിസ് സെൽ ക്യാൻ അണ്ടർഗോ എക്സൈറ്റേഷൻ. സോ ലൈറ്റ് അടിക്കുമ്പോൾ ബൈപോളാർ സെൽസ് ഇവിടെ എക്സൈറ്റഡ് ആവുകയാണ്. ഇവിടെ ലൈറ്റ് ഇല്ലാത്തപ്പോൾ ബൈപോളാർ സെൽസ് ഇൻഹിബിറ്റഡ് ആവുകയായിരുന്നു. എക്സൈറ്റഡ് ആയിട്ടുള്ള ബൈപോളാർ സെൽസ് എന്ത് ചെയ്യും? ദാറ്റ് വിൽ ബി റിലീസിംഗ് ദി സെയിം ഗ്ലൂട്ടമേറ്റ് വിൽ ബി റിലീസ് ആൻഡ് ദിസ് ഗ്ലൂട്ടമേറ്റ് വിൽ ബൈൻഡ് ടു ദ റിസപ്റ്റർ വിച്ച് ഈസ് പ്രസന്റ് ഓൺ ദ ഗാംഗ്ലിയോൺ സെൽ. ഗാംഗ്ലിയോൺ സെല്ലിലുള്ള റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ദിസ് പ്രൊഡ്യൂസസ് ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ ആണ്. സോഡിയം അകത്തേക്ക് കയറും. സോഡിയം അകത്തേക്ക് കയറി പിന്നെ കാൽഷ്യം അകത്ത് കയറും ആൻഡ് ദിസ് വിൽ പ്രൊഡ്യൂസ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ. സോ ലൈറ്റ് അടിക്കുമ്പോൾ റോഡ്സിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ്. സോ വെൻ ലൈറ്റ് ഫാൾസ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റോഡ്സ് ബിക്കോസ് ഓഫ് ദിസ്. ലൈറ്റ് ഇല്ലാത്തപ്പോ ഇവിടം വരെ ഓക്കെയാണ്. ഇവിടം വരെ ദിസ് പ്രൊഡ്യൂസസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ ആഫ്റ്റർ ദിസ് ഗാംഗ്ലിയോണിൽ നിന്ന് നോ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇപ്പോ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. സത്യത്തിൽ വെളിച്ചടിക്കുമ്പോൾ എല്ലാ റോഡ്സും ആക്ടിവേറ്റഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ആക്ടിവേറ്റഡ് ആകുമ്പോൾ എല്ലാവരും ആക്ഷൻ പൊട്ടൻഷ്യൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൃത്യതയുള്ള ഒരു ഇമേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാ റോഡ്സും ഫയർ ചെയ്യുന്നത് മൂലം കൺവേർജൻസ് കണക്ഷൻ ആണ് റോഡ്സിനുള്ളത്. എല്ലാ മെസ്സേജും ഒന്നായിരിക്കും ഈ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മെസ്സേജും കൂടി കലർന്നായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് റോഡ്സ് പ്രൊഡ്യൂസ് ലെസ് വിഷ്വൽ ആക്യൂറ്റി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇത് മോർ സെൻസിറ്റീവ് ടു ലൈറ്റ് ആണ് ബിക്കോസ് കൺവേർജൻസ് ഉള്ളതുകൊണ്ട്. സോ റോഡ്സ് ആർ ഗുഡ് ഫോർ ഓൺലി ഫോർ സ്കോട്ടോപിക് വിഷൻ ഓർ ലെസർ ലൈറ്റ് വിഷന് വേണ്ടിയിട്ടാണ് റോഡ്സ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ പറഞ്ഞ അത്രയും സിമ്പിൾ ഒന്നുമല്ല കാര്യങ്ങൾ. കുറേയും കൂടി വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇവിടെ ഹൊറിസോണ്ടൽ സെൽസ് ഉണ്ട്, ഇവിടെ അമാക്രിൻ സെൽസ് ഉണ്ട്, ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ഐ സെൽസ് ഉണ്ട്. ഇതെല്ലാം ഇതിനകത്ത് ഇന്റർപ്ലേ ചെയ്യുന്നുണ്ട്. എങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഐഡിയ ഞാൻ തന്നു എന്ന് മാത്രം. ഇനി നമ്മൾ കോൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഏകദേശം സെയിം ഒക്കെ ആണെങ്കിലും ചെറിയ കുറച്ച് വ്യത്യാസമുണ്ട്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കൂടിയാണ്. സോ ഇപ്പോൾ ലൈറ്റ് ഇവിടെ അടിക്കാന്ന് വിചാരിക്കുക. കോണിൽ ലൈറ്റ് അടിക്കുന്നു. ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും സാധാരണ സംഭവിക്കുക ഡിക്രീസ്ഡ് സൈക്ലിക് GMP സൈക്ലിക് GMP കുറയും എന്ന് പറഞ്ഞു. സൈക്ലിക് GMP കുറയുമ്പോൾ സോഡിയം ചാനൽ ഓപ്പണിംഗ് കുറയും. സോഡിയം ചാനൽ കുറയുമ്പോഴത്തേക്കും കാൽഷ്യം എൻട്രിയും കുറയും. അതും കുറയുമ്പോഴത്തേക്കും ഹൈപ്പർ പോളറൈസ്ഡ് ആകും. സെയിം ആണ്, ഹൈപ്പർ പോളറൈസ്ഡ് ആകും. സോ ഇവിടെ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് കുറവായിരിക്കും. സോ ലെസ് ഗ്ലൂട്ടമേറ്റ് റിലീസ്, ഡിക്രീസ്ഡ് ഗ്ലൂട്ടമേറ്റ് റിലീസ് ആണ്. സോ ഇവിടെ mGlu6 ആണ്, അത് ഇൻഹിബിറ്ററി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഹിബിറ്ററി ഓഫ് ദ ഇൻഹിബിഷൻ ഓഫ് ദ ഇൻഹിബിറ്ററി ചാനൽ എന്ന് നമുക്ക് പറയാം. അപ്പോഴത്തേക്കും ദിസ് സെൽ ബിക്കം എക്സൈറ്റഡ് ആകും. ബൈപോളാർ സെൽസ് എക്സൈറ്റഡ് ആകും. ബൈപോളാർ സെൽസിൽ നിന്ന് എന്താണ് റിലീസ് ചെയ്യുക? ഇവിടെ നിന്ന് ഗ്ലൂട്ടമേറ്റ് റിലീസ് ചെയ്യും. ഗ്ലൂട്ടമേറ്റ് ഇവിടെ നിന്ന് ഗ്ലൂട്ടമേറ്റിന്റെ ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്റർ ഉണ്ടാകും. സോ ദീസ് സെൽസ് വിൽ ഗെറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഓർ ആക്ടിവേറ്റഡ് ആകും. സോ ലൈറ്റ് ഇവിടെ അടിക്കുമ്പോഴത്തേക്കും ഇവിടെ ഹൈപ്പർ പോളറൈസേഷൻ ആണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പക്ഷെ അൾട്ടിമേറ്റ്ലി വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ. സോ ഇത് ഓക്കെ, ദിസ് ഈസ് വൺ മെക്കാനിസം. ഇനി രണ്ടാമത്തെ ഒരു മെക്കാനിസം, ഇവിടെ ലൈറ്റ് അടിക്കാന്ന് വിചാരിക്കുക. ലൈറ്റ്
അടിക്കുമ്പോഴത്തേക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷെ ഇവിടെ ദിസ് റിസപ്റ്റർ ഈസ് ഡിഫറെന്റ്. ഇത് ഇൻഹിബിറ്ററി ആയിരുന്നു, ഗ്ലൂട്ടമേറ്റ് ഇവിടെ നിന്ന് റിലീസ് ചെയ്താൽ ഇൻഹിബിറ്ററി ആണെങ്കിൽ ഇത് സ്റ്റിമുലേറ്ററി ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഗ്ലൂട്ടമേറ്റ് റിലീസ് ഇല്ല. ദർ ഈസ് നോ ഗ്ലൂട്ടമേറ്റ് ബിക്കോസ് ഹൈപ്പർ പോളറൈസ്ഡ് ആണ്. ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ദിസ് ഈസ് ഹൈപ്പർ പോളറൈസ്ഡ്, ലെസ് ഗ്ലൂട്ടമേറ്റ് റിലീസ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ദിസ് സെൽ ബിക്കം ഇൻഹിബിറ്റഡ് ആണ് ആവുക. ഇൻഹിബിറ്റഡ് ആകുമ്പോഴത്തേക്കും ദർ ഈസ് നോ ഗ്ലൂട്ടമേറ്റ് റിലീസ്. ഇവിടെ നിന്ന് ഗ്ലൂട്ടമേറ്റ് റിലീസ് ഇല്ല, അപ്പോൾ ഇവിടെ നോ ആക്ഷൻ പൊട്ടൻഷ്യൽ. സോ ഇങ്ങനെ ഒരു മെക്കാനിസവും കൂടിയുണ്ട്. സോ ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഈ കളർ കാണാനായിട്ട് ചിലതിനെ നമുക്ക് എൻഹാൻസ് ചെയ്യണം, ചിലത് കുറയ്ക്കാൻ ഇങ്ങനെയൊക്കെയുള്ള വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള മെക്കാനിസംസ്. ആൻഡ് ദർ ആർ ഡിഫറെന്റ് അതർ മെക്കാനിസംസ്. ഇനിയും പലവിധ മെക്കാനിസംസ് കൂടി റൂട്ട്സിലും കോൺസിലും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്കറിയില്ല, കുറെ അറിയാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് ഇവിടെ. ഓക്കെ, സോ ഇവിടെ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ദർ പ്രൊഡ്യൂസ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇവിടെ പക്ഷേ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ദർ പ്രൊഡ്യൂസസ് നോ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇങ്ങനെയും എഫക്റ്റുകൾ ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ, ഫിസിയോളജി ഓഫ് വിഷൻ. നമുക്ക് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പരീക്ഷയ്ക്ക് എവിടം വരെ വേണോ അവിടം വരെ എഴുതിയാൽ മതി. അവിടെ നമ്മൾ പറയുന്നത് ഇവിടെയുള്ള കാര്യമാണ്. ഗ്ലൂട്ടമേറ്റ് റിലീസ് വരെ ഓക്കെ ആണ്, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ജസ്റ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നു എന്ന് മാത്രം നമുക്ക് എഴുതിയാൽ മതി. ഇവിടെയുള്ള മെക്കാനിസംസ്, ദീസ് ബൈപോളാർ സെൽസ്, ഗാംഗ്ലിയോൺ സെൽസ്, ഈ മെക്കാനിസം നമുക്ക് തൽക്കാലം വിട്ടുകളയാം. ഓക്കെ, സോ കാര്യം മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഡീഷണൽ ആയിട്ട് ഈ ഭാഗം കൂടി എക്സ്പ്ലെയിൻ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.